ശരിക്ക് ഒരു മാസം മുന്നേ പോസ്റ്റ് ചെയ്യേണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഒന്നുമില്ല, ചക്കേൻ്റെ തോല് വെച്ചിട്ടുള്ള ഒരു ഉപ്പേരിയാണേ. ആദ്യമുള്ള ചക്കേൻ്റെ തോലൊക്കെ കളഞ്ഞു പോയി കേട്ടോ. പിന്നെ ഇതിപ്പോൾ അവസാനത്തതായപ്പോൾ എല്ലാ ഭാഗവും എങ്ങനെയെങ്കിലും ഉപയോഗിക്കാം, ഇനി ആവാൻ അടുത്ത വർഷം ആവണ്ടേ എന്നുള്ളത് കൊണ്ട് ഞാനൊരു ഉപ്പേരി ഉണ്ടാക്കിയതാണേ. നമുക്കിപ്പോൾ ഈ ചക്കേൻ്റെ പച്ച മുള്ള് ചെത്തി കളഞ്ഞിട്ട് അതിൻ്റെ നടുക്കുള്ള ഭാഗമാണ് കേട്ടോ ആവശ്യം. അപ്പോൾ അതിൻ്റെ ചമിണിയും ചെത്തി ഇങ്ങനെ ഈ ഒരു ഭാഗമാണ് ഞാനിപ്പോൾ ഉപ്പേരി ഉണ്ടാക്കി കഴിക്കുന്നത്. ഈ ഭാഗത്തിന് കൃത്യമായിട്ട് എന്താ പേര് പറയാമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് വെച്ചിട്ട് ഉപ്പേരിയും വെക്കും, പിന്നെ അച്ചാറുണ്ടാക്കും, പിന്നെ മോര് കൂട്ടാൻ ഉണ്ടാക്കും, പുളിങ്കറി ഉണ്ടാക്കും, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കും. അതൊക്കെ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനിപ്പോൾ ഉപ്പേരിയാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ഈ സീസൺ എന്തായാലും കഴിഞ്ഞു, ഇനി അടുത്ത സീസൺ ആവുമ്പോൾ ഇത് ഓർമ്മിച്ച് വെക്കണേ. എന്നിട്ട് ഇതങ്ങനെ ഒരു പ്രാവശ്യം ഉപ്പേരി ഉണ്ടാക്കി കഴിച്ചു വെക്കണം കേട്ടോ. ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. ഉപ്പേരി ആയി കഴിയുമ്പോൾ ഇത് നല്ല സ്പോഞ്ച് പോലെ ഉണ്ടാവും കേട്ടോ. എല്ലാ കഷ്ണങ്ങളും പരമാവധി ഒരേ സൈസിൽ മുറിച്ചെടുക്കണേ. മുറിച്ച് വെച്ച പാത്രത്തിൽ തന്നെ ഉപ്പും മഞ്ഞളും കൂടി നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കാം. അടുപ്പത്ത് വെക്കുന്നതിന് മുന്നേ ആട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്കിനി ഉള്ളിയും പച്ചമുളകും കൂടി ഇങ്ങനെ ഉപ്പും മഞ്ഞളും തിരുമ്മിയതിന് ശേഷം ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് അടുപ്പത്ത് വെച്ച് വറവിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഒന്നുമില്ല, കുക്കറിലൊന്നും ഇടണമെന്നൊന്നുമില്ല കേട്ടോ, വേഗം വേവും ചെയ്യുവേ. ഉള്ളി മുറിക്കുമ്പോഴും നമ്മൾ ഈ കഷ്ണത്തിൻ്റെ അതേപോലെ സ്ക്വയറായിട്ട് തന്നെ മുറിക്കുന്ന കേട്ടോ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുക. ഉള്ളി ഇട്ടിട്ട് ഉള്ളിയും കൂടി ഇങ്ങനെ കൈ കൊണ്ട് ഒന്ന് തിരുമ്മി കൊടുക്കുക. പിന്നെ പച്ചമുളക് ഇട്ടിട്ട് ഞാൻ കൈ കൊണ്ട് തിരുമുന്നില്ല. പച്ചമുളക് എടുത്തിട്ട് ഇങ്ങനെ കീറിയിട്ട് ആണ് ഇടുന്നത്. എൻ്റെ കയ്യിലുള്ള പച്ചമുളകിന് തീരെ എരിവില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇത്ര എണ്ണമൊക്കെ ഇടുന്നത്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ വറവിട്ടിട്ട് ആ വറവിലേക്ക് ഞാൻ ഇതെല്ലാം കൂടി ഒരുമിച്ച് തട്ടിയിടുക കേട്ടോ. നന്നായിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് അമർത്തി അടച്ചു വെക്കാം. അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് വേവും കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം ഒന്നും ആക്കണമെന്നില്ല, ആവിയിൽ തന്നെ അങ്ങ് വെന്ത് കിട്ടും കേട്ടോ. ഇനി ഇതുപോലെ ഒരു കുഞ്ഞു കഷ്ണം ചക്കേൻ്റെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പുളിങ്കറി വെച്ചിട്ട് കാണിച്ചു തരായിരുന്നു. പക്ഷേ ചക്ക സീസണൊക്കെ പൂർണ്ണമായിട്ട് കഴിഞ്ഞ് അവസാനത്തെ ചക്കയാണ് ഇപ്പോൾ ഈ ഉപ്പേരിയും കൂടി ആവുന്നത്. എന്നെ ചിലരൊക്കെ ചക്കക്കുട്ടീന്ന് കളിയാക്കി വിളിക്കലുണ്ട് കേട്ടോ. ഞാനൊരു സ്ഥലത്ത് ചക്ക എടുക്കാൻ പോവാറുണ്ട്, അപ്പോൾ അവരെന്നെ കളിയാക്കിയിട്ട് വിളിക്കുന്ന പേരാണ് ചക്കക്കുട്ടീന്ന്. വയനാട്ടിൻ്റെ ഇഷ്ടം പോലെ ചക്കയുള്ള സ്ഥലത്തുനിന്ന് വന്നതാണേ. ഇവിടെ കോഴിക്കോട് വന്നു കഴിഞ്ഞപ്പോഴാണ് ചക്കേൻ്റെ വില എനിക്ക് മനസ്സിലായി. അവിടുന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവിടെ വന്നപ്പോൾ ചക്ക തീരെ കിട്ടാൻ പോലും ഇല്ല. ഇതുപോലെ ആരെങ്കിലുമൊക്കെ കഷ്ണം കഷ്ണം കൊണ്ടു തന്നാൽ വലിയ ഭാഗ്യമായി എന്ന് കൂട്ടാം. കണ്ടില്ലേ, 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളുടെ ഉപ്പേരീൻ്റെ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു 2 മിനിറ്റും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ചെറിയ തീയിൽ അടുപ്പത്ത് വെക്കേ. ഞാനിത് ഓഫാക്കിയെന്ന് വിചാരിച്ചിട്ട് അങ്ങ് പോയി നോക്കുമ്പോൾ ഓഫാക്കി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അടി നല്ല കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് അങ്ങനെ കരിഞ്ഞിങ്ങനെ തുടങ്ങി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഉപ്പേരി. ഇത് ഭയങ്കര സ്വാദാണ്. ഇത് മസാലക്കറിയും വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. പുളിങ്കറി മാത്രമല്ല, അച്ചാറ്, ഉപ്പേരി, പുളിങ്കറി ഇതിൻ്റെ വലിയ വലിയ കഷ്ണാക്കി മുറിച്ചിട്ട് മസാലക്കറിയും ഉണ്ടാക്കുവേ. കാണിച്ചു തരാൻ ഒരു നിവൃത്തിയില്ല. അപ്പം ഇന്നത്തെ എൻ്റെ ഉപ്പേരി അതാണ്. എന്നാൽ കൂട്ടാൻ ഇന്ന് മോര് കൂട്ടാനാട്ടോ, കുമ്പളങ്ങ കൊണ്ടുള്ള മോര് കൂട്ടാനാണേ. മോര് കൂട്ടാൻ പിന്നെ നിങ്ങളെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അതേപോലെ തന്നെയായിരിക്കും ഞാനും വെക്കുന്നത്. പേര് മോര് കൂട്ടാൻ എന്നാണെങ്കിലും ഞാൻ തൈര് കൂട്ടാനാട്ടോ വെക്കുക. മോര് കടയാറില്ല.
മോര് കടയാതെ തൈര് ഒഴിച്ചിട്ട് തന്നെയാണ് ഞാൻ വെക്കുക. പിന്നെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായ മുളകാണ്, ചുമന്ന മുളക്. മുളക് പച്ചയായാൽ ഞാൻ പറിക്കാതെ ഇങ്ങനെ വെക്കും ചുമപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ കൂട്ടാനിൽ വറ്റൽ മുളകിന് പകരം ഞാൻ ചുമന്ന മുളകായിരിക്കും, അപ്പോൾ കറീൻ്റെ കളർ റെഡ് കളറാവുമല്ലോ. ഇതും ഒരു പ്രത്യേകതയാണ്. എല്ലാവരും മുളക് പൊടിയാണെന്ന് തോന്നുന്നു ഇടാറ്, പക്ഷെ ഞാനൊക്കെ ചുമന്ന വറ്റൽ മുളകില്ലേ അത് അരക്കുക കേട്ടോ. തേങ്ങേൻ്റെ കൂടെ ജീരകവും വറ്റൽ മുളകും ഒരുമിച്ച് അരക്കുക കേട്ടോ ചെയ്യാറ്. കുമ്പളങ്ങ ആയതുകൊണ്ട് തന്നെ ഇതിൽ കൂട്ടാനിൽ വെള്ളം ഉണ്ടാവും കേട്ടോ. ആദ്യം വെള്ളം ഒഴിച്ചിട്ടാണല്ലോ കുമ്പളങ്ങ വേവിച്ചത്, എന്നിട്ട് തേങ്ങയിൽ തൈര് കൂട്ടിയിട്ടാണ് അരച്ചത്. അപ്പോൾ നമുക്ക് ഇതിലിനി കൂട്ടാൻ്റെ വെള്ളം പാകാക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി തൈര് കേട്ടോ ഒഴിക്കുന്നത്, വെള്ളം ഒഴിക്കൂല ഇനി. അപ്പം നമ്മളെ കൂട്ടാൻ ഇങ്ങനെ നല്ല കട്ടിയിലുണ്ടാവും കേട്ടോ, അധികം വെള്ളമില്ലാതെ. ഇനി നമ്മളിതിലേക്ക് വറവിടും. ഉലുവ കൂട്ടിയിട്ടാണ് വറവ്. ഉലുവ പൊടിയാട്ടോ ഞാൻ എടുക്കൽ. ഉലുവ ഇങ്ങനെ കാണുമ്പോൾ കുഞ്ഞൂന് എന്തോ പോലെയാവും, അതുകൊണ്ട് ഉലുവേൻ്റെ പൊടി വറവിൽ ഇടുക കേട്ടോ ചെയ്യുക. ഇങ്ങനെയുള്ള മോര് കൂട്ടാൻ ഒരു ദിവസം അധികം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്വാദ് കൂടുകയുള്ളൂ, എന്തായാലും നാശാവില്ല. എൻ്റെ ഈ കൂട്ടാൻ എന്തായാലും ഒരു ദിവസത്തേക്ക് അധികം ഉണ്ടാവും കേട്ടോ. കുഞ്ഞു ഇങ്ങനെ മോര് കൂട്ടാൻ മാത്രമേ കഴിക്കുകയുള്ളൂ കേട്ടോ, മഞ്ഞ കളറുള്ള മോര് കൂട്ടാൻ മാത്രമേ കഴിക്കുള്ളൂ. ഇതിനി തിളപ്പിക്കുകയൊന്നും ചെയ്യുന്നില്ലേ, ഓഫാക്കി കേട്ടോ തീയ്. ഇനി നമുക്കിതിലേക്ക് വറവും കൂടി ഇടുക. കടുക് പൊട്ടിച്ചു, കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് വറവിട്ടു. അടിപൊളി മണം കേട്ടോ വരിക, ഉലുവയൊക്കെ ഇങ്ങനെ എണ്ണയിൽ കിടന്ന് മൂത്തതിൻ്റെ. ഇതിനി ഓഫാക്കിയിട്ട് കുറച്ച് ചൂട് തണിഞ്ഞ് കഴിയുമ്പോൾ എല്ലാം ഇങ്ങനെ സെറ്റാവും, ഭയങ്കര സ്വാദാവും കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ മോര് കൂട്ടാൻ ഉണ്ടാക്കി വെക്കുക, അത് കഴിഞ്ഞ് ഉച്ചയാവുമ്പോൾ എടുക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഒരു ഇത് വരിക. കണ്ടില്ലേ, ഇങ്ങനെയുള്ള ഇത്രയും കട്ടിയിലുള്ള കൂട്ടാനാണ് കേട്ടോ എനിക്കിഷ്ടം. എന്നാൽ നമുക്ക് ചോറ് വിളമ്പിയാലോ. എനിക്ക് അധികം കറികളൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഒരു കൂട്ടാൻ, ഒരു ഉപ്പേരി, ഒരച്ചാറ്, അല്ലാതെ എല്ലാവരുടെയും ലഞ്ച് ബോക്സിലൊക്കെ ഉള്ള പോലെ ഒരുപാട് കൂട്ടലൊന്നും ഉണ്ടാവില്ലേ. പ്ലേറ്റിൻ്റെ കാൽഭാഗേ ചോറ് വിളമ്പാൻ പാടുള്ളൂ എന്നാണ് പറയുക, പക്ഷെ ഞാൻ അരഭാഗത്തോളം ചോറ് വിളമ്പിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ കൂട്ടാൻ്റെ കഷ്ണം കൂടിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നമുക്ക് വയറൊക്കെ നല്ലോണം നിറയേ. ഇനി നമ്മളുടെ സ്പെഷ്യൽ ഉപ്പേരി ഞാൻ എത്ര വേണമെങ്കിലും കഴിക്കും, ചോറ് പോലെ തന്നെ ഞാൻ ഉപ്പേരി കഴിക്കും കേട്ടോ. ഇനി നമുക്ക് കുറച്ച് അച്ചാറും കൂടി എടുക്കാം. കണ്ണിമാങ്ങ ഉണ്ടാക്കുന്നത് പോലെ മുറിച്ചിട്ട മാങ്ങ മുറിച്ചിട്ട് അച്ചാറാക്കിയതാട്ടോ ഇത്. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. അടുത്ത വട്ടം ഇങ്ങനെ ഒരു ഉപ്പേരി ഉണ്ടാക്കാൻ മറന്നു പോകണ്ട കേട്ടോ.